നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 795 795. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 795. ഇന്ന് പുതിയ സർഗം തുടങ്ങണം. ഭഗവാന്റെ ഉപാസനാകാന്ഡത്തിൽ 55-ാം സർഗം ഭിക്ഷുവിൻ്റെ പശ്ചാത്താപം. ഭിക്ഷുഗീത എന്ന് പറയും ഒറിജിനൽ ടെക്സ്റ്റിൽ. അപ്പോൾ ആസ് യൂഷ്വൽ 54-ാം സർഗം 26-ാമത്തെ ശ്ലോകമായിരുന്നു ഇന്നലെ അവസാനം പറഞ്ഞത്. ലാസ്റ്റ് ശ്ലോകമായിരുന്നു. അതെന്തായിരുന്നു? നിരന്നു പോം പാന്ധർ മുഖത്തു നോക്കി നിന്നിച്ചുര ചെയ്തു കേൾക്കേ നിതാന്ത ദുഃഖത്തോടു കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് ഈ വിധം ഓതി വിപ്രൻ. അതായത് താൻ നിൽക്കുന്ന വഴിയിൽ കൂടി വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി അവരെ നിന്ദിച്ചുകൊണ്ട് അവർ കേൾക്കത്തക്ക വിധത്തിൽ തീർത്താൽ തീരാത്ത ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ട് കണ്ണിൽ അശ്രുകണങ്ങൾ തൂകിക്കൊണ്ട് ഈ വിധം ബ്രാഹ്മണൻ പറഞ്ഞു. അതാണ് ഇനി പുതിയ സ്കന്ധത്തിൽ പറയുന്നത്, സർഗത്തിൽ പറഞ്ഞത്. കഷ്ടം ഞാൻ ഇത്രയും കാലം വെറുതെ പോക്കി ജീവിതം. എല്ലാവരും അവസാന കാലം ഇങ്ങനെ ദുഃഖിക്കാതെ കണ്ടിരിക്കണം. കഷ്ടം ഞാൻ ഇത്രയും കാലം വെറുതെ പോക്കി ജീവിതം. അത്യധ്വാനം ചെയ്തു സമ്പാദിച്ചുള്ളതാം ധനം, വളരെ ബുദ്ധിമുട്ടി സമ്പാദിച്ചുള്ള ധനം ഒന്നിനും ഉപകരിക്കാതെ കണ്ട്, മോക്ഷത്തിന് ഉപകരിക്കാതെ കണ്ട് വെറുതെ പോയിന്ന. വിശന്നുമാഴും പാവങ്ങൾക്കേകയിൽ ഒരു ലേശവും. ഇത് കേട്ടിട്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. വിശന്നുമാഴും പാവങ്ങൾക്കേകിയിൽ ഒരു ലേശവും യാതൊന്നും ഇങ്ങനുഭവിക്കുകയും ചെയ്തില്ല കേവലം. എന്നാൽ വയറ് നിറച്ച് സുഖമായിട്ട് ഊണ് കഴിച്ചുവോ? അതുമില്ല. പിശുക്കി എല്ലാം ലൂട്ടടിച്ചു പോയി. പിന്നെ പറഞ്ഞു, നശിപ്പാൻ വേണ്ടി മാത്രം ഞാൻ അധ്വാനിച്ചേനിതേവരെ. എന്താ പറഞ്ഞത്? നശിപ്പാൻ വേണ്ടി മാത്രം ഞാൻ അധ്വാനിച്ചേനിതേവരെ. പൊൻപണ്ടങ്ങൾ പൊതിഞ്ഞങ്ങിങ്ങത്രയാം പൂഴ്ത്തിവെച്ചു ഞാൻ. ഒരിക്കലെങ്കിലും ഒരു തുളസിമാല സ്വർണം കെട്ടിയിട്ടോ രുദ്രാക്ഷമാല സ്വർണം കെട്ടിയിട്ടോ ഞാൻ ഉപയോഗിച്ചില്ല. അവിടെയും ഇവിടെയും പൊതിഞ്ഞ് കുഴിച്ചിട്ടു. അതിപ്പോൾ എവിടെയെന്നും അറിയില്ല. കുറേ ആൾക്കാർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല. ആരെ? വിപ്രൻ പറയാണ്. അപ്പോൾ പൊൻപണ്ടങ്ങൾ പൊതിഞ്ഞങ്ങെത്രയാം പൂഴ്ത്തി വെച്ചു ഞാൻ. അറയ്ക്കകം കുഴിച്ചിട്ട തനിവള്ളിയുറുപ്പിക ലക്ഷക്കണക്കിലാണെന്താം ഫലം ഇങ്ങ അവയോർത്ത് ഇനി. അറയ്ക്കകം, വീടിൻ്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് വെള്ളി ഉറുപ്പിക കുഴിച്ചിട്ടു. ഒക്കെ പോയി. ആരും 10 പൈസ തന്നില്ല. ലക്ഷക്കണക്കിലാണെന്താം ഫലം ഇങ്ങവയോർത്തിനി. സ്വപ്നത്തിൽ കണ്ടതേ മട്ടിലൊക്കെയും നിഷ്പ്രയോജനം. സ്വപ്നത്തിൽ രാജാവായിട്ട് ചെങ്കോലും കിരീടമായിട്ട് ഇരുന്നു. ഉണർന്നു നോക്കുമ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിന് ആഗ്രഹം രാജപത്നിമാരെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ദാസിമാരൊക്കെ ഉണ്ടല്ലോ, അടിച്ചു പൊളിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. സ്വപ്നാന്ന് അപ്പോഴാണ് മനസ്സിലാവണത്. അതേപോലെ സ്വപ്നത്തിൽ കണ്ടതേ മട്ടിലൊക്കെയും നിഷ്പ്രയോജനം. സൽക്കാര്യങ്ങൾക്കു പലരും വന്നു യാചിച്ച വേളയിൽ
സപ്താഹം നടത്തണം, പൂരം നടത്തണം, പുനഃപ്രതിഷ്ഠ നടത്തണം, ഉത്സവം നടത്തണം. ആരും ഒന്നും സഹായിച്ചില്ല. അവരൊന്നും ഞാൻ സഹായിച്ചില്ല. പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരാൾ മരിച്ചതിൻ്റെ ശേഷം അയാളെ പറ്റി അപഖ്യാതി പറയാൻ പാടില്ല. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. അർത്ഥ കയ്യിൽ ഉപ്പ് തേക്കാതെ ആൾക്കാർ അവസാനം ബുദ്ധിമുട്ടിയത് ആലോചിക്കുമ്പോൾ ചുടുകണ്ണീര് വിടി നിവർത്തിയുള്ളൂ. അപ്പോൾ പറഞ്ഞു, സൽക്കാര്യങ്ങൾക്ക് പലരും വന്നു യാചിച്ച വേളയിൽ അറും പിശുക്കാൽ യാതൊന്നും കൊടുത്തില്ല ആർക്കും ആ വിധം. അറും പിശുക്കാൽ യാതൊന്നും കൊടുത്തില്ല ആർക്കും ആ വിധം. അപ്പോൾ എൻ്റെ സ്ഥിതിയോ, ഈ 11 റുപ്യ 21 രൂപയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഹരിഓം നഗറിൽ അയ്യപ്പ വിഷ്ണു ക്ഷേത്രം. അന്ന് ഈ ക്യാഷിലിരിക്കുന്ന ആൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, പ്രായമായിട്ടുള്ള ആളാണ്. രാജാ, ഒരു 5100 റുപ്യതാ, ഭഗവതിയുടെ ശ്രീകോവിലിന് ഓട് മേയാനാണ്, ചെറിയ ഓട്. കടമായി കൊടുത്തു. 5 ഇൻസ്റ്റാൾമെൻ്റായിട്ട് 1000 റുപ്യ കൊടുത്തിട്ടാണ് ഞാൻ ആ കടം വീട്ടിയത്. പക്ഷേ ഭഗവതിയുടെ പ്രസാദം എനിക്ക് കിട്ടി. ദേവി ഭാഗവതം ഗംഭീരമായിട്ട് സുബ്രഹ്മണ്യൻ തിരുമുമ്പൻ്റെ 555 എപ്പിസോഡ് ഞാൻ പറഞ്ഞു. 1ാമത്തെ എപ്പിസോഡ് കേട്ടിട്ടുണ്ട് എത്രയോ ആൾക്കാർ വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. 5 കോടി കൊടുത്താൽ കിട്ടുമോ ഈ ഒരു അനുഭവം? 5 കോടി കൊടുത്താൽ കിട്ടില്ല. പറഞ്ഞ വിഷയമുണ്ടോ? അതിൽ ഞാൻ വളരെ കണ്ടൻറ്റഡാണ്, സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ അറും പിശുക്കാൽ യാതൊന്നും കൊടുത്തില്ല ആർക്കും ആ വിധം. എത്രയോ പുണ്യസന്ദർഭം പാഴാക്കിയിടന പാപി ഞാൻ. അങ്ങനെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എത്രയോ പുണ്യസന്ദർഭം പാഴാക്കിയിടന പാപി ഞാൻ. ഈശ്വരൻ ചെയ്തിടും പരീക്ഷകൾ ഈ വിധം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ ചെയ്തിടും ധർമ്മ പരീക്ഷകൾ ഈ വിധം. എല്ലാവരെയും ഭഗവാൻ പരീക്ഷിക്കും. അതിൽ ജയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പരാജയം പറ്റുകയാം പലർക്കും പാപശക്തിയാൽ, പുണ്യശക്തിയാൽ വിജയം. പരാജയം പറ്റുകയാം പലർക്കും പാപശക്തിയാൽ എന്ന് പറഞ്ഞു. അടുത്തത്, എന്നെപ്പോലുള്ളവർക്കുണ്ടാം ധനം കഷ്ടത്തിനുള്ളതാം. സമ്പത്ത് വന്നാൽ കഷ്ടം അനുഭവിക്കണം എന്ന് തലവിധിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെപ്പോലുള്ളവർക്കുണ്ടാം ധനം കഷ്ടത്തിനുള്ളതാം. ഇവിടം പൂർത്തിവെപ്പാനും മരിക്കിൽ നരകത്തിനും. കീർത്തിമാനാകിലും സർവഗുണസമ്പന്നനാകിലും എല്ലാം കൊടുത്തും അർത്ഥാശ സൗന്ദര്യം പാണ്ഡുപോലവേ. എന്താ ഉപമ! എല്ലാം കെടുത്തും എന്നാണ്, എല്ലാം കൊടുത്തു എന്നല്ല. എൻ്റെ മിസ്റ്റേക്ക് പറ്റിയതാ, വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഗുണസമ്പന്നനാകിലും എല്ലാം കെടുത്തും. ഞാൻ എല്ലാം കെടുത്തി എന്നാ പറഞ്ഞതേ. ഞാൻ എൻ്റെ ധനസമ്പത്തുണ്ട്, പക്ഷെ ഗുണസമ്പത്തില്ലാണ്ടായി. അർത്ഥാശ ആരെ പോലെ? സൗന്ദര്യം പാണ്ഡു പോലവേ. ഒരു 2-3 ദിവസം മുമ്പേ ഒരു 49 വയസ്സായിട്ടൊരു എനിക്ക് ഫോൺ ചെയ്തു. പറയാണ്, സാറ് ആചാര്യനാണല്ലോ, പല സ്ഥലത്തും പോണ ആളല്ലേ, എനിക്കൊരു വിവാഹം കഴിക്കണം, പറ്റിയ പെൺകുട്ടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ തിരക്കില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിരുന്നു, കൊറോണയോട് കൂടിയിട്ട് ഞാനത് നിർത്തി. എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത് അങ്ങനെ പാറിപ്പറന്ന് നടക്കരുത്, പ്രൊഫഷണലായിട്ട് പോരുത് എന്നൊക്കെ പറയുക കാരണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ തൻ്റെ കാര്യത്തിന് ഞാൻ സമർത്ഥനായേനേന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാനെന്താ പറയുക. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഞാൻ മടക്കിയെടുത്തു മോനെ. ഞാൻ ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും തനിക്ക് യോഗ ഉണ്ടെങ്കിൽ നടക്കും. അപ്പോൾ എന്താ ആദ്യത്തെ കല്യാണം എന്തായി ചോദിച്ചു ഞാൻ. അതെ 9 ദിവസമേ ഉണ്ടായുള്ളൂ. ആ കുട്ടിക്ക് അവിടെയും ഇവിടെയൊക്കെ പാണ്ടാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, താൻ ചെയ്തത് വെഡിത്തരായി. ആ കുട്ടീനെ സ്നേഹിച്ചും കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളിൽ അവരുടെ നന്മയ്ക്ക് സൽസന്ധാനപ്രാപ്തിയോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നടത്താമായിരുന്നു.
അതിനെനിക്ക് വേറൊരു വേറെ ഒരു എന്താ പറയുക ഉദാഹരണം പറയാനുണ്ട്. അങ്ങ് തെക്ക് ഒരു കുട്ടീനെ അവിടെ സത്സംഗം ചെയ്യാൻ വേണ്ടി ഒരാൾ പോയി, കല്യാണം കഴിച്ചു. ആ കുട്ടിക്ക് ഇതേമാതിരി പാണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കിപ്പോയി. പക്ഷെ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ വേറൊരാൾ അയാൾക്ക് പകരക്കാരനായിട്ട് അവിടെ പോയി. അയാൾ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ എന്താ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം? ആക്സെപ്റ്റ് ചെയ്യുക. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. നാളെ ആർക്കാ പാണ്ട് വരിക എന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പാണ്ട് വന്ന അച്ഛനമ്മേനെ ഒഴിവാക്കുമോ? പാണ്ട് വന്ന ഭർത്താവിനെ ഒഴിവാക്കുമോ? പാണ്ട് വന്ന ഭാര്യനെ ഒഴിവാക്കാൻ പാടുമോ? പാടില്ല. ഇതിനാണ് എന്താണെന്നാ പറയുക, ജീവിത പരിചയം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, എന്നെപ്പോലുള്ളവർക്കുണ്ടാം ധനം കഷ്ടത്തിനുള്ളതാം ഇവിടം പൂഴ്ത്തിവെപ്പാനും മരിക്കിൽ നരകത്തിനും കീർത്തിമാനാകിലും സർവഗുണസമ്പന്നനാകിലും എല്ലാം കെടുത്തും അർത്ഥാശ സൗന്ദര്യം പാണ്ടുപോലവേ. പിന്നെ അർത്ഥം എന്നുര ചെയ്താലും ഇതെന്നെന്നും അനർത്ഥമാം. അർത്ഥം എന്നുര ചെയ്താലും, അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ ഇതെന്നെന്നും അനർത്ഥമാം. കാശ് കയ്യിലുണ്ടായാൽ ശത്രുക്കൾ കൂടും. അത് അറിയാഞ്ഞിട്ടാണ് ആൾക്കാർ ധനം ഉണ്ടാവണമെന്ന് പറഞ്ഞത്. സമ്പാദിപ്പാൻ അതിക്ലേശം, കാശ് സമ്പാദിപ്പാൻ അതിക്ലേശം, കയ്യിൽ വെച്ചിടുവാൻ ഭയം. ഇതൊക്കെയാണ് ബൈഹാർട്ട് പിടിക്കേണ്ടത്, ഉപദേശിക്കാൻ. കയ്യിൽ വെച്ചിടുവാൻ ഭയം, വളർത്താൻ എത്രയും കഷ്ടം. ഇല്ലേ? സമ്പത്ത് വളർത്താൻ വളരെ കഷ്ടമാണ്. ചെലവാക്കിയിടുവാൻ മടി. ഇതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. ചെലവാക്കിയിടുവാൻ മടി, നശിച്ചാൽ മരണത്തോളം മാറില്ല ആമട്ടെഴും ഭ്രമം. ഇനി സംഗതി വെച്ചാൽ നമ്മൾ മരിച്ചു വിചാരിക്കാം. ആൾക്കാർ പറയും ഇല്ലേ, ആ നശിച്ചാൽ മരണത്തോളം മാറില്ല ആമട്ടെഴും ഭ്രമം. മരിച്ചാലും ഭ്രമം മാറില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് വരുന്നത്. കാമം, ക്രോധം, അവിശ്വാസം, അഹങ്കാരം, മതം, ചതി, അസൂയ, കൊല, കാപട്യം, വൈരം, ഭിന്നിപ്പ്, വഞ്ചന, ദ്യൂതം, ചൂതുകളി, സ്ത്രീസേവനം, മദ്യം, 15 ഭീകരം. ധനവാന് 15 തരത്തിൽ ഭയം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എഴുതി വെച്ചോളൂ, മക്കൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാശുണ്ടാക്കാം, പക്ഷെ കാശ് കൂട്ടി വയ്ക്കരുത്. കാമ ഉണ്ടാവും, ക്രോധം ഉണ്ടാവും, പിന്നെ അവിശ്വാസം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും, മതം ഉണ്ടാവും, ചതി ഉണ്ടാവും, അസൂയ, കൊല, കാപട്യം, വൈരം, ഭിന്നിപ്പ്, വഞ്ചന, ദ്യൂതം, സ്ത്രീസേവനം, മദ്യം, 15 ഭീകരം. ഞാൻ 10 കഴിഞ്ഞപ്പോൾ വിരൽ വിട്ടു തോന്നുന്നു. 5 കൂടി ഉണ്ട്, 15 തരത്തിലെ. എന്നിട്ടോ, പാരിൽ പെരുകുവാൻ മൂലം പണമാണെന്നും ഇത്രയും. ഈ 15 നെഗറ്റീവ് സിമ്പിൾസ് ഈ ഭൂലോകത്ത് വളരാൻ കാരണം പണശൈലി. ആകയാൽ അർത്ഥം എന്നോതും അനർത്ഥം ഇത് അസംശയം. ആകയാൽ അർത്ഥമെന്നോതും അനർത്ഥം ഇത് അസംശയം. സംശയമില്ല എന്നാണ് പറഞ്ഞത്. ആവതും ദൂരെ നീക്കേണം ആത്മോദ്ധാരണകാംക്ഷികൾ. ആത്മാവിനെ ഉദ്ധരിച്ച് നല്ല പിള്ളയായിട്ട് ജീവിച്ച് മരിക്കണം എന്നുണ്ടെങ്കിൽ ധനം പാടില്ല. അനർഹമായത് എന്നുള്ളത് പ്രത്യേകം പറയണം കേട്ടോ, അനർഹമായിട്ടുള്ളത്. വെറും ശത്രുക്കളായി തീരും ഒരൊറ്റ ചില്ലി കാരണം. ഒരു ചില്ലിണ്ടായ ചില്ലിക്ക് വേണ്ടിയിട്ട് ശത്രുക്കൾ ഉണ്ടാവും അല്ലേ? കൊടുക്കുമ്പോൾ കോരി കൊടുക്കണം, നിറച്ച് കൊടുക്കണം, വാങ്ങുമ്പോൾ വെടിച്ച് വാങ്ങണം എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എത്ര ആൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഈ വ്യവഹാരം ധാന്യ നെല്ല് കൊടുക്കുക, വാങ്ങുക,
അല്ലാണ്ട് ലൂസ് മണി ഇല്ല ആരുടെ അടുത്ത്. പിന്നെ ചിലവരുണ്ട് നെല്ല് കൊടുത്തിട്ട് പകരം മഞ്ഞൾ, ഇഞ്ചി വാങ്ങുക, കുരുമുളക് വാങ്ങുക, മുളക് വാങ്ങുക, സ്വർണം വാങ്ങുക, ഉഴുന്ന്, പരിപ്പ്, അങ്ങനെയൊക്കെ കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആത്മോദ്ധാരണകാംക്ഷികൾ ആവതും ദൂരെ നീക്കണം എന്ന് പറഞ്ഞുവല്ലോ. ഇനി വരുന്നത് അതിലേറെ സങ്കടകര. അമ്മ, അച്ഛൻ, മകൻ, ഭാര്യ, സഖാവ് എന്നല്ല സർവരും വെറും ശത്രുക്കളായി തീരും ഒരൊറ്റ ചില്ല് കാരണം. അവിടെ ഞാൻ ഈ രണ്ടുപേര് വിട്ടിട്ടുണ്ടായിരുന്നു. വെറും ശത്രുക്കളായി തീരുന്ന ഞാൻ വായിച്ചത്. ആത്മോദ്ധാരണകാംക്ഷികൾ അമ്മ, അച്ഛൻ, മകൻ, ഭാര്യ, സഖാവ് എന്നല്ല സർവരും വെറും ശത്രുക്കളായി തീരും ഒരൊറ്റ ചില്ല് കാരണം. എവിടെ ഞാൻ വെച്ചത് കാണാനില്ല. നീ എടുത്തോ എന്നാ ചോദ്യം പിന്നെ ഉണ്ടാവുക ഇല്ലേ? ബുദ്ധിമുട്ടായില്ലേ? നിങ്ങളെടുത്തോ? അതിലേറെ പ്രശ്നമായി. നീ എടുത്തോ എന്ന് ഭർത്താവ് ചോദിക്കും, നിങ്ങളെടുത്തോ എന്ന് ഭാര്യ ചോദിക്കും. അപ്പോൾ തോന്നും ഒരു മുഴം കയറെടുത്ത് ചിലവാക്കുക ഭേദം തോന്നും. അപ്പാണ് വൈരാഗ്യം വരണം. അപ്പോൾ പറയണം വിവാഹം കഴിക്കേണ്ടാന്ന് തോന്നും. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇതൊക്കെ രാമായണം ഉണ്ടാവാൻ കാരണം തന്നെ ഈ വൈരാഗ്യമാണ്. രത്നാകരൻ എന്ന ആള് വഴിമധ്യേ പിടിച്ചു പൊറിച്ച് ജീവിക്കുമ്പോൾ ഋഷികളാൽ ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടാണ് രാമമന്ത്രം, താരക ബ്രഹ്മമന്ത്രം പറയാൻ സാധിക്കാണ്ട് ആമരം ഈ മരം എന്ന് പറഞ്ഞ് ശീലിക്കാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് രാമരാമ ജപിച്ചിട്ടാണ് അദ്ദേഹം വാത്മീകം കൊണ്ട് പൊതിഞ്ഞു, അത് വാത്മീകിയായി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു പണം നിമിത്തം വാക്കേറ്റം മടിയും മറ്റും ആവിധം കോപത്തിനതിർ വിട്ടീടിൽ കൊല്ലാൻ പോലും മടിച്ചിടാ. ഞാനൊക്കെ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് പെരുമാറിയിട്ടുള്ള ഞാൻ. പണം നിമിത്തം വാക്കേറ്റം അടിയും മറ്റും ആവിധം. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് വിഷമം തോന്നും. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയർ ടിക്കറ്റ് ബിസിനസ് നടത്തിയായിരുന്നു. ഞാൻ പേര് പറയണില്ല. എക്കോണമി ക്ലാസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. പറയുകയും ചെയ്തു കൺഫേംഡ് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഏജൻ്റ് അല്ലല്ലോ, സബ് ഏജൻ്റ് അല്ലേ. ബുക്ക് ചെയ്യണതൊക്കെ വേറെ ആളാണ്. അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ടെന്ന്. എടാ ഞാൻ പറഞ്ഞു ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എക്കോണമി ടിക്കറ്റ് കഴിഞ്ഞുണ്ടോ എന്ന്. ഇത് അയാളോട് പറയാൻ പറ്റുമോ? അയാൾ പറഞ്ഞു ഡിയർ മിസ്റ്റർ രാജൻ, ഐ വാണ്ട് ടു ഗോ എനിവേ. ഐ ഹാവ് ടേക്കൺ യുവർ വേർഡ്സ് ആസ് എ ഫാക്റ്റ്. ഞാനത് എക്കോണമി ക്ലാസ് വിട്ടിട്ട് ഫസ്റ്റ് ക്ലാസ്സിന് എടുത്ത് കൊടുത്തു. ഒരു 10-29,000 റുപ്യ എനിക്ക് നഷ്ടം വന്നു. യു ജസ്റ്റ് ഇമാജിൻ. വേ ബിഫോർ 2007, 2007 സബ് ഏജൻറ്റിന് 3% കൊടുക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന് മുമ്പേ. അപ്പോൾ 2007 മുമ്പൊക്കെ ഒരു 29,000 റുപ്യ 30,000 റുപ്യ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ഒരു വൺ മാൻ ഷോയിലുള്ള ഒരാൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവണം. പക്ഷേ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതൊക്കെ പാഠങ്ങളായിട്ട് മാറി. പാഠങ്ങൾ ഇങ്ങനെയും പാഠങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് കോപത്തിന് അതിർവിട്ടീടിൽ കൊല്ലാൻ പോലും മടിച്ചിടാ. അതാ പറഞ്ഞത്. ഈ വിധം സർവഗുണവും നശിപ്പിക്കുന്നതാം ധനം. ഈ വിധം സർവഗുണവും നശിപ്പിക്കുന്നതാം ധനം. അതിനാണ് ഇത്രയും നീണ്ടൊരായുഷ്കാലം തുലച്ചു ഞാൻ. ഒരു ശരാശരി 19 വയസ്സായിട്ട് അവസാനം ഇങ്ങനൊരു സ്ഥിതിഗതിക്ക് വന്നാത്ത സ്ഥിതി എന്താ അല്ലേ? അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കഥ പറയാം. എൻ്റെ സ്വന്തം കഥയാണ്. 81 വിവാഹം കഴിഞ്ഞു. 82 ഭാര്യയ്ക്കൊരു DNC ചെയ്യേണ്ടി വന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു
ഒരു കാർഡ്, പോസ്റ്റ് കാർഡ്, സ്റ്റെനോഗ്രാഫർ പോസ്റ്റിന് അപ്ലൈ ചെയ്തതിൻ്റെ ഇൻ്റർവ്യൂ ഗൾഫിലേക്ക് പോകാൻ ഇന്ന ബിൽഡിങ്ങിൽ നടത്തണമെന്ന് പറഞ്ഞു. ആസ്പത്രിയിൽ നിന്ന്, ശുശ്രൂഷ ആസ്പത്രിയിൽ നിന്ന് ഞാൻ ഭാര്യേനെ കൊടുത്തിട്ടേ ഉള്ളൂ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഈശ്വര പറഞ്ഞിട്ട് ഇവൾക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു, ചൂടായിട്ട് കുടിക്കേണ്ട, തണുപ്പിച്ച് കഴിച്ചാൽ മതി. ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിന് പോവുകയാണ് പറഞ്ഞിട്ട് ഞാൻ IIT പോവായെന്നൊരു ടാക്സി എടുത്ത് പോയി. കൊളാബയിലേക്കല്ല, പിന്നെ മസ്ജിദിലേക്ക്. ഈ എക്സാക്റ്റ് സ്ഥലം എത്തുന്ന മുമ്പേ ഒരു 2 കിലോമീറ്റർ മുമ്പുണ്ട് വലിയൊരു ജാഥ മാതിരി. അപ്പോൾ ഞാൻ ചോദിച്ചു ഡ്രൈവറോട്, ക്യാ ഹേ സാബ്? അപ്പോൾ ഇയാൾ ആ ഭാഗത്തുള്ള ആളാണ്. അയാൾക്ക് അന്ന് ശുക്രദശയാണ്. IIT നിന്ന് മടങ്ങിപ്പോകുമ്പോഴാണ് ഞാൻ ടാക്സി എൻഗേജ് ചെയ്തത്. അയാൾ പറയാണ്, ഇതൊരു ചവിട്ടിക്കയറ്റ് പരിപാടിയാണ് സാറേ, മലയാളി ലോകെ ഗൾഫ്, അതായത് ഗൾഫിലേക്ക് ആളെ അയക്കേണ്ടതാണ്. നോക്കുമ്പോൾ എന്താ, ഞാൻ ഈ പോണ ഇൻ്റർവ്യൂവാണ്. ഞാനോട് പറഞ്ഞു, ഏതായാലും വന്നില്ലേ, അത് വൺ വേ ആണ്. ആ എക്സാക്റ്റ് സ്പോട്ട് അഡ്രസ്സ് എനിക്ക് മനസ്സിലായി. ഇതന്നെയാണ് ഞാനും വരുന്ന ഈ 2 കിലോമീറ്റർ പിന്നിൽ നിൽക്കണം. ഈ വേറെ റോട്ടിൽ കൂടെ മടങ്ങി ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയില്ല ഞാൻ. അത് വേറൊരു പാഠം. എന്നാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ്, ഞാൻ ഗൾഫിലേക്ക് പോയില്ല. പോയ നേരായ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. നല്ലൊരു വീട്, നല്ലൊരു പ്ലോട്ട്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ എനിക്ക് കുടുംബജീവിതം നഷ്ടം വരും ചെയ്തില്ല. അതാണ് പറഞ്ഞത്. അല്ലാതെ പിന്നെ കുടുംബജീവിതം നഷ്ടം വന്നവർക്കൊക്കെ ഷുഗർ ആൻഡ് പ്ലഷറില്ല, പ്രഷറാണ് പിന്നെ അല്ലേ, അനേകം നൂലാമാലകൾ. അപ്പം ഞാൻ ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗവതമൊന്നും പറയാണ്ടിരുന്നാലാണ് മോശം. എനിക്കാണ് മോശം പുരുഷയിലെ. അപ്പോൾ എന്നെ ഭഗവാൻ ഇങ്ങനെ എല്ലാറ്റിലും എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് യാതൊരു കുരുത്തദോഷവും ഇല്ലാതെ കൊണ്ടാക്കി കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ മോട്ടിവേഷൻ എന്ന് പറയാൻ കാരണം. അതാണ്, അതിനാണ് ഇത്രയും നീണ്ടൊരായുഷ്കാലം തുലച്ചു ഞാൻ. സ്വർഗസമ്പത്തെഴുന്നോർക്കും മോക്ഷം ദുർലഭമാകയാൽ ദേവന്മാർ പോലും ആശിക്കും അത്ര മാഹാത്മ്യമാർന്നതായി. ഇപ്പം നമ്മൾ സാധാരണക്കാർ ഈശ്വരനെ പൂജിക്കുന്നതിന് പകരം ദേവന്മാരെ പൂജിക്കും. അതാണ് ഈ ചാത്തൻ സേവ, അതേമാതിരി ആട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട് അതിൽ. ഞാൻ ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്, സ്വർഗസമ്പത്തെഴുന്നോർക്കും മോക്ഷം ദുർലഭമാകയാൽ ദേവന്മാർ പോലും ആശിക്കും അത്ര മാഹാത്മ്യമാർന്നതാണ് ഏത് മോക്ഷം. അപ്പോൾ ദേവന്മാർ കൂടി ഈശ്വരനെ ഭയപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തുകൊണ്ടാണ് ഈശ്വരനെ പൂജിക്കണം, ദേവന്മാരെ പൂജിക്കരുത് എന്ന് പറഞ്ഞത്. ഈശ്വരൻ്റെ ആജ്ഞാവർത്തികളാണ് ദേവന്മാർ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ അർത്ഥം? ശ്രീരാമനും ശ്രീകൃഷ്ണനും ചൈതന്യവത്തായിട്ട് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് പഠിക്കണം, എന്നാലേ ഈ രസം തോന്നുള്ളൂ. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ എന്തിനാ ദേവന്മാർ? ഈശ്വരത്വം, ഈശ്വരീയത എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതാണ് ഇതിൻ്റെ വേവ് ലെങ്ത് മാച്ച് ചെയ്യണമെന്ന് പറയാൻ കാരണം. പേർ കൊണ്ടൊരു മർത്യജന്മം എന്നല്ലെല്ലാ വിധത്തിലും സൗകര്യമാർന്നതും കേടുപാടേതും ഇയലാത്തതും. ഈ മർത്യജന്മം യാതൊരു കേടുപാടും ഇല്ലാത്തതാണെന്നാണ് പറഞ്ഞത്. വേണ്ട മാതിരി ഉപയോഗിച്ചാൽ അഹം ബ്രഹ്മാസ്മിയായി. ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടുന്ന സൗകര്യമാർന്നതും. അപ്പോൾ പേർ കൊണ്ടൊരു മർത്യജന്മം എന്നല്ല എല്ലാവിധത്തിലും സൗകര്യമാർന്നതും കേടുപാടേതും ഇയലാത്തതും ഭഗവത് കൃപയാലിങ്ങ് കൈവന്നതും അതൊക്കെയും എല്ലാ പേരും പെരുമയും ഭഗവത് കൃപയാലിങ്ങ് കൈവന്നതും അതൊക്കെയും പാഴാക്കിയ മഹാപാപിയായി ഞാൻ തീർന്നു കേവലം എന്ന് അവധൂത ബ്രാഹ്മണൻ പറയാണ്. മനുഷ്യജന്മം, ആരോഗ്യം, ബ്രാഹ്മണ്യം, ഭരതക്ഷിതി, ക്ഷിതി എന്ന് പറഞ്ഞ ഭൂമി, ഭാരതം എന്ന ഭൂമിയിൽ ഇതെല്ലാം ഒത്തുചേർന്നിട്ടും ഭഗവത് പാദപങ്കജം ഒരു നാൾ പോലും ഓർത്തില്ല ദുർഭകൻ ഞാനിതേവരെ. എന്താ ഇപ്പം ചെയ്യുക? മനുഷ്യജന്മം, ആരോഗ്യം, ബ്രാഹ്മണ്യം,
ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ എന്താ, നേടിയെടുക്കണതാണ് കേട്ടോ. അല്ലാണ്ട് ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച ബ്രാഹ്മണനല്ല ഇവിടെ പറഞ്ഞത്. ബ്രാഹ്മണ്യം, ഭരതക്ഷിതി, ഭാരതമാകുന്ന ഭൂമി, ഇതെല്ലാം ഒത്തുചേർന്നിട്ടും ഭഗവത് പാദപങ്കജം ഒരു നാൾ പോലും ഓർത്തില്ല ദുർഭകൻ ഞാനിതേവരെ. ഒന്നു രണ്ടെങ്കിലും ഇതിലുണ്ടായാൽ ഞാൻ ഉണർന്നുടൻ. ഒന്ന് രണ്ടെണ്ണം, അതായത് മനുഷ്യജന്മം ഭാരതക്ഷിതി ഉണ്ടെങ്കിലും കഴിച്ചുകൂട്ടാം, അല്ല ആരോഗ്യം ബ്രാഹ്മണ്യം ഉണ്ടെങ്കിലും കഴിച്ചുകൂട്ടാം. അതാണ് ഒന്നോ രണ്ടോ, ഈ 4 ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും കാര്യം നന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതേ. ഒരു നാൾ പോലും ഓർത്തില്ല ദുർഭകൻ ഞാനിതേവരെ. ഒന്നു രണ്ടെങ്കിലും ഇതിൽ ഉണ്ടായാൽ ഞാൻ ഉണർന്നുടൻ. ആത്മശ്രേയസ്സിനായി തന്നെ യത്നിച്ചിടാത്ത മനുഷ്യൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അല്ലേ? ആത്മശ്രേയസ്സിനായി തന്നെ യത്നിച്ചിടാത്ത മനുഷ്യൻ എത്രയാം ജീവിതത്തിനു നഷ്ടം ചെയ്വതോർക്കുകിൽ. ഇത്രയാണ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ നിർത്താം. നമ്മൾക്ക് ഈ നഷ്ടക്കച്ചവടത്തിനെ പ്ലസ് ആക്കണം. അതിനെന്ത് വേണം? ഈശ്വരാരാധന. എന്താണ് പറയുക, എണ്ണധാര പോലെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈശ്വരൻ്റെ അനുഗ്രഹാശസ്സുകൾക്ക് പാത്രീഭൂതരാവാം. ലോകാസമസ്ത സുഖിനോ ഭവന്തും ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം ധർമാർത്ഥ കാമ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.